ഹായ് ഗൈസ്. വളരെ കുറച്ച് നാളിന് ശേഷം കൊതു ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ കൊതു ഇവിടെ വന്നപ്പോൾ എന്നോട് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. എനിക്ക് ബിരിയാണി ഉണ്ടാക്കി വലിയ ശീലമൊന്നുമില്ല. ബിരിയാണി കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ബിരിയാണി ഉണ്ടാക്കാനുള്ള സ്കില്ലോ അങ്ങനെ ഇതുവരെ നോക്കിയിട്ടില്ല ബിരിയാണി ഉണ്ടാക്കാനൊന്നും. അപ്പൊ ഇന്ന് കൊതു പറഞ്ഞപ്പോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കൽ എന്തായാലും ഇവിടെ പോസിബിൾ അല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ എഗ് ബിരിയാണി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് യൂട്യൂബിൽ നോക്കിയപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നമ്മുടെ ചുറ്റുവട്ടത്ത് കിട്ടുന്ന ഐറ്റംസ് വെച്ച് നമുക്ക് എഗ് ബിരിയാണി ഉണ്ടാക്കാം. അപ്പം ഞങ്ങൾ ഇന്നൊരു എഗ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ഉപ്പ്, കുരുമുളക്, ഗ്രാമ്പൂ, കറുവപ്പട്ട അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ബാക്കി വേണ്ട സാധനങ്ങൾ നമ്മൾ ലിസ്റ്റ്. ചെറുനാരങ്ങ വേണം, തൈര് നമ്മൾ വാങ്ങിക്കുന്നില്ല. അപ്പൊ അത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കൊതുപ്പ വരും. എനിക്ക് അറിയില്ല ഇത് എങ്ങനെയാ ആവാന്ന്. എന്തായാലും നമ്മൾ രണ്ടുപേരായിട്ട് എങ്ങനെയെങ്കിലൊക്കെ കഴിക്കാം എന്ന് മനസ്സിൽ വിചാരിക്കുന്നു, അറിയില്ല. ഓൾ ദി ബെസ്റ്റ്. So let's unbox the things he has bought to us. എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത് നോക്കാം. ഫോർ കുക്കിംഗ് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. എത്ര രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്? 200 രൂപയുടെ സാധനം വാങ്ങിച്ചു. 2 ബിരിയാണി പുറത്തു പോയി കഴിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നും. നോക്കാം, അറിയില്ല. ആ ഒരു കമന്റ് ഞാൻ ലാസ്റ്റ് പറയാം. 2 ബിരിയാണി പുറത്തുനിന്ന് കഴിക്കുന്നതായിരുന്നു നല്ലത് എന്നുള്ളത്. ഉള്ളി 3 ഉള്ളി. ഇത് എണ്ണി വാങ്ങിച്ചു. 4 ഉള്ളി ഉണ്ട്. 3 തക്കാളി. കറിവേപ്പില, മല്ലിയില നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്തതായിരുന്നു. എൻ്റെ ഗൃഹസ്ഥൻ ഓർത്ത് വാങ്ങിയ സാധനമാണ്. ഇതിൻ്റെ കുറേ ഉണ്ട്, ഒരു കാർഡ് തന്നെ ഉണ്ട്. പിന്നെ മല്ലിയില, ചെറുനാരങ്ങ 2 എണ്ണം, ഇഞ്ചി, മുളക്. ചിക്കൻ മസാലയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. മഞ്ഞൾപ്പൊടി വേണം. ശരിക്കും പറഞ്ഞാൽ എഗ് ബിരിയാണിക്ക് മുളക് പൊടിയുടെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഇടാം മല്ലിപ്പൊടി, ഗരം മസാല. മറ്റേ കറുവപ്പട്ടൊക്കെ ഇവിടെ ഇല്ലേ? അപ്പൊ അതല്ല ഇത്. പിന്നെ വെളിച്ചെണ്ണ ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ്. വെളിച്ചെണ്ണ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മണത്ത് നോക്കിയപ്പം വെളിച്ചെണ്ണ നാശമായിട്ടുണ്ട്. ഇത്തിരി വെളിച്ചെണ്ണ ലൂസായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഗ്ലാസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് വെളിച്ചെണ്ണ. ഒരു വെളുത്തുള്ളിയാണ് വാങ്ങിച്ചത്. വെളുത്തുള്ളിക്ക് വില ഉണ്ട് തോന്നല്ല. 6 ഇല്ലി മതി. ആ വെളുത്തുള്ളി ഓക്കെയാണ് ഗൈസ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങും. ഇനി ഇവിടെ ഉള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിലവിലുള്ള സാധനങ്ങൾ ഇവിടെ എത്രയും ഐറ്റംസ് ആണുള്ളത്. ബിരിയാണി അരിയുണ്ട്, 4 മുട്ടയുണ്ട്. മുട്ട ഇവിടെ എപ്പോഴും ഉണ്ടാവും, ഞാൻ വാങ്ങി വെക്കും. ഏലക്ക, കുരുമുളക് പൊടി, കറുവപ്പട്ട, ഗ്രാമ്പു, ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ബാക്കി സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊരു ബിരിയാണി ആക്കി എടുക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. ആക്ച്വലി നമുക്ക് 2 കത്തികളുണ്ട്. പക്ഷെ ഒരു കത്തിന്റെ അവസ്ഥ വളരെ ശോകമാണ്. അപ്പൊ ഈ കത്തി നമ്മൾ എടുക്കാറില്ല. ഉള്ളി പൊളിക്കാൻ നമുക്ക് പുതിയ കത്തിയുണ്ട്, ഈ കത്തി എടുക്കാം. ഉള്ളി പൊളിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ കഴുകല്. കണ്ണെരിയോ കൊതുവിന് ഉള്ളി മുറിക്കുമ്പോ? എന്നാ പിന്നെ നീ തന്നെ ആക്കണോ? എന്നാലോ എന്നാ കണ്ണെരിയില്ല. ഇത് ഇട്ടേക്കാൻ ഒരു പ്ലേറ്റ് വേണം. ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് തരാം. ആകെയുള്ള ഒരു പ്ലേറ്റ് ആണ് നമുക്ക് അത് ഇട്ട് വെക്കാൻ വേണ്ടിട്ട് എടുക്കാം. കൂടാതെ ഇവിടെ നെയ്യ് ഉണ്ടായിരുന്നു. നമ്മൾ പ്ലേറ്റ് എടുത്തു. പിന്നെ ബോട്ടിൽ വെള്ളം, നമ്മൾ പൈപ്പ് വെള്ളം ഉപയോഗിക്കാറില്ല. വെള്ളം ക്യാൻ വാങ്ങിച്ചിട്ട് അതിനകത്ത് ബോട്ടിൽ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത്യാവശ്യം അത് മാത്രമേ വരാറുള്ളൂ കുക്കിംഗ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. കിച്ചൺ ഭയങ്കര ചെറുതാണ്. എന്നാലും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഗ്രാൻഡ് കിച്ചൺ എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ചെയ്യുന്നത്. എനിക്ക് ആകെ ചെയ്യാൻ അറിയുന്ന പണി എന്ന് പറയുന്നത് ഉള്ളി മുറിക്കലാണ്. ഉള്ളി മുറിക്കൽ ഞാൻ നന്നായിട്ട് ചെയ്യും. എനിക്ക് മറ്റേ കട്ടിംഗ് ബോർഡിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അല്ലാതെ തന്നെ ഉള്ളി പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഒരു 5 മിനിറ്റ് കൊണ്ട് ഉള്ളി മുറിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ 1 മണിക്കൂർ എടുത്തിട്ടായിരിക്കും ഉള്ളി മുറിക്കുന്നത്. ബിക്കോസ് ഈ ഉള്ളി മുറിക്കുക അല്ലെ പച്ചക്കറി മുറിക്കുക ആ സമയത്തൊന്നും കൈ മുറിയുന്നത് എനിക്ക് ഇഷ്ടമല്ല. കൈ മുറിഞ്ഞാൽ എൻ്റെ അന്നത്തെ മൂഡ് പോകും. 1 മണിക്കൂർ എടുത്താലും കുഴപ്പമില്ല, തടി കേടാവാതെ പണി തീർക്കാം എന്നാണ് എൻ്റെ പോളിസി. പക്ഷെ അത് നല്ലതല്ല. എൻ്റെ അമ്മക്ക് പടപടപടം. മിഥുന്റെ അമ്മയാണെങ്കിൽ പോലും ഭയങ്കര സ്പീഡാണ്. ഇഞ്ചി ചതയ്ക്കാൻ നമ്മൾ എന്ത് വെച്ച് ചതയ്ക്കും? ഇവിടെ മിക്സി ഇല്ല, ഫ്രിഡ്ജില്ല, ഒരു സംഭവങ്ങളും ഇല്ല. ബാഹുബലിയെ പോലെ ചിന്തിച്ചാൽ മതി. എന്താ ബാഹുബലി സിനിമ കണ്ടില്ല? അല്ല കണ്ടിട്ടുണ്ട്. ബാഹുബലി കണ്ടിട്ടുണ്ട്. ബാഹുബലി കുറെ വട്ടം കണ്ടിട്ടുണ്ട്. ബാഹുബലി ഞാൻ കണ്ടത്രയും വേണ്ടി വേറെ ആരും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അതിൽ എനിക്ക് വേണ്ട പോർഷൻസ് മാത്രമേ ഞാൻ റിപ്പീറ്റ് അടിച്ച് കാണാറുള്ളൂ. ബാഹുബലി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ലാസ്റ്റ് ഇത് യുദ്ധത്തിന്റെ സമയത്ത് ഓരോ വഴിയായിട്ട് ഇവരെ അടയ്ക്കുള്ളൂ. വഴി
പുതിയ ഉള്ളത് വെച്ചിട്ട് ഏറ്റവും എക്സ്ട്രീം പനയൊക്കെ വളച്ചിട്ട് നേരെ അതേപോലെ ഇപ്പൊ നമുക്ക് ഇഞ്ചി ചതുക്കാൻ വേണ്ടിട്ട് ബുദ്ധിപരമായി ചിന്തിക്കാം. അപ്പൊ അതാ ഞാൻ പറഞ്ഞ ബുദ്ധിപരമായിട്ട് നീ കാല് വെച്ച് വെക്കാ മതി. എന്റെ ബുദ്ധി വിമാന വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ വേണ്ടിട്ട്. വെള്ളമൊക്കെ വളരെ 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 കുറവാ. വീട്ടിലൊക്കെ ആകുമ്പോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൈപ്പിന്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇഷ്ടംപോലെ വെള്ളം. ഇതിനിപ്പോ ചൂടുവെള്ളത്ത് കഴിയാതായില്ലേ. തക്കാളി 2 മതിയോ? ഉള്ളി 3 എടുത്ത തക്കാളി 4 ഉള്ളി എടുത്ത് 4 ഉള്ളി 3 തക്കാളി. തക്കാളി അല്ലെങ്കിൽ പച്ചക്ക് നമുക്ക് ഒത്തിരി പൈസയല്ലേ ഉള്ളൂ. ഓ അതിനൊക്കെ 5 രൂപ. കറിവേപ്പില വാങ്ങുന്ന ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കല്യാണത്തിന് മാത്രമാണ് കണ്ടത്. ഞങ്ങൾക്കൊന്നും കറിവേപ്പില വാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വീട്ടിലുണ്ടായിരുന്നില്ല. വലിയ കറിവേപ്പില ഉണ്ട് വീട്ടില്, അമ്മ നോക്കുന്ന കറിവേപ്പില. നിങ്ങളുടെ വീട്ടിൽ വാങ്ങിക്കാറുണ്ടോ കറിവേപ്പില? അമ്മക്ക് ചെറിയൊരു മരം സൈഡിൽ അമ്മ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട്. പിന്നെ വേര് കളയൂലേ? വേര് കളയേണ്ട ആവശ്യമില്ല, കട്ട് ചെയ്ത് കളഞ്ഞാ പോരെ. അപ്പം ഇതൊക്കെ നമുക്ക് ഒരു പേപ്പറിൽ ഇട്ട് വെക്കാം. ഇവനും എന്റെ ഫ്രണ്ടും കൂടെ ബിരിയാണി ഉണ്ടാക്കി. മറ്റേ ആള് അബ്രോഡുള്ള ആളാ, അപ്പൊ അയാൾക്ക് എന്താ കൂടുതൽ കുക്കിംഗ് കാര്യങ്ങളൊന്നും വലിയ വശമില്ല. ഇവനും ഇല്ല, ഇവൻ നാട്ടിലൊന്നും പറഞ്ഞില്ല, ഇവനും കുക്ക് ചെയ്യാറില്ല. അപ്പം ഇവനായിരുന്നു ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ലീഡ് ചെയ്തിട്ട് ലാസ്റ്റ് ബിരിയാണി എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോ മറ്റോ പറഞ്ഞു എഡിബിൾ. ബിരിയാണി എന്ന് പറയണ്ട, പക്ഷെ കഴിക്കാൻ പറ്റും അത്ര. അങ്ങനെയാണ് അവന്റെ റിപ്ലൈ. അപ്പൊ അത്രയും സ്കില്ലായിട്ടുള്ള ഒരു ഭർത്താവാണ് എന്റെ ഭർത്താവ്. കഴുകാനുള്ള ചൂടുവെള്ളത്തിന് വേണ്ടി ഫ്ലാസ്ക് ഇല്ല എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. പക്ഷെ ഞാൻ തന്നെ ആലോചിക്കും, തിരിച്ചു പോകുമ്പോ ഇതെല്ലാം കൂടെ ഞാൻ തന്നെ കൊണ്ടുപോകണ്ടേ. അങ്ങനത്തെ ഒരു ചിന്ത വരുമ്പോഴാണ് ഞാൻ പിന്നെ വാങ്ങിക്കാം എന്നുള്ളൊരു സാധനം വരുന്നത്. ഞാൻ ഇതിൽ ചൂടുവെള്ളം എടുത്തിട്ട് വരാം. നൗ ഇറ്റ്സ് ടൈം ടു റീഫിൽ ദ ബോട്ടിൽ. വീട്ടിലാവുന്ന കിണറ് വെള്ളം, ഇഷ്ടംപോലെ വെള്ളം. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ എല്ലാ റിസോഴ്സസും വളരെ മിനിമലായിട്ട് യൂസ് ചെയ്യാൻ ഏറെക്കുറെ പഠിച്ചു. നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഇത് നമ്മൾ വെക്കുമല്ലോ, എപ്പോഴും ഒരു ബൗണ്ടറി വെക്കും. പക്ഷെ ചിലപ്പോഴൊക്കെ ഇട്ടാ. നിനക്കിത് കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കട്ട് ചെയ്യുന്നോ? നോ താങ്ക്സ്. ചൂടുവെള്ളത്തിൽ വെച്ചതാണ്, ചൂടൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് ശീലമില്ല, ഞാനൊരു അമൂൽ ബേബി ആണെന്ന് വിചാരിക്കും പറയും. പക്ഷെ എൻ്റെ കെട്ടിയോൻ അതിലും വലിയ അമൂൽ ബേബിയാണ്. സോ എൻ അമൂൽ ബെഡ് അനദർ അമൂൽ. അതാണ് ഞങ്ങളുടെ സിറ്റുവേഷൻ. പക്ഷേ ജീവിച്ചു പോകുന്നു. ഉപ്പ് തുറന്നു വെച്ചിട്ടുണ്ട് കണ്ണരിയിലാന്ന് പറഞ്ഞത്, പക്ഷെ നല്ലോണം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഐഡിയ ഒക്കെ ഫ്ലോപ്പാണ്. ഈ പ്ലേറ്റിൽ തന്നെ വേണം നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കഴിക്കാനും. നമ്മൾ ഒരു പാത്രത്തിൽ ഉണ്ട്, ഒരു എന്താ പറയാ, ഒരു പായിൽ ഉറങ്ങി ഒരു പാത്രത്തിലുണ്ട് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മതിയല്ലോ. ഓൾ ഓഫ് എസ് ആണ് നമ്മളെല്ലാ സാധനങ്ങളും കൂടെ ഒരുമിച്ച് പർച്ചേസ് ചെയ്ത് വെക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ കൊണ്ടുപോയി വെക്കേണ്ട കാര്യമോ അന്നേരം എനിക്ക് ഒരു ആവശ്യകതയുള്ള പോലെ തോന്നിയില്ല. അതാണ് സംഭവം. ഇനിയിപ്പോ എനിക്ക് മനസ്സിലായി, ഇവനിങ്ങനെ മൂഡ് സ്വിങ്ങിനനുസരിച്ച് ബിരിയാണി വേണം എന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മൾ പുറത്തുപോയി കഴിക്കും. എന്നാലും എനിക്ക് പച്ചത്തക്കാളി തിന്നാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. വേറെ രീതിയിലൊന്നും ക്രിട്ടിസൈസ് ചെയ്യില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഭയങ്കര ചെറുതാ, എനിക്ക് തക്കാളി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്, പച്ചത്തക്കാളി തിന്നാൻ വേണ്ടിയിട്ട്. എവിടെ അമ്മ ഞങ്ങൾ അന്നേരം എന്താ പറയാ, കുറച്ച് തക്കാളി, ഇപ്പൊ 250 തക്കാളി 500 തക്കാളി ഒന്നും വാങ്ങിക്കില്ല. കടയിൽ പോയിട്ട് ഇങ്ങനെ 250 തക്കാളി അങ്ങനെ വാങ്ങിക്കുന്ന സമയം അമ്മ ഇപ്പൊ 250 തക്കാളി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനാ 150 ഞാൻ തിന്നു. ഇൻ കേസ് 250 തക്കാളി വാങ്ങി വീട്ടിലേക്ക് പോകുന്നതിന്റെ ഇടയിൽ തന്നെ ഒരു 50-100 ഗ്രാം തക്കാളി ഞാൻ തിന്നിട്ടുണ്ടാവും. അത്രയും വലിയ തക്കാളി പ്രാന്തി ആയിരുന്നു കേട്ടോ ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു തക്കാളി കഴിക്കാൻ വേണ്ടിയിട്ട്. അതായത് മീൻകറിയൊക്കെ വെക്കുമ്പോൾ തക്കാളി ഉണ്ടാവില്ല, ഞാൻ എവിടെ വെച്ചാലും ഞാൻ തിന്നാള്. അങ്ങനെ ഇരിക്കുക ഞാൻ ഭയങ്കര ചെറുതാണ്. നിങ്ങൾ ആലോചിക്കണം, എന്നെ നിങ്ങൾ വലുതായിട്ട് കാണരുത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ വല്യമ്മ എന്ന് പറയുമ്പം എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര കരച്ചില്, എന്താ പറയാ, വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതായത് ആള് ഏജായിട്ട് മരിച്ചത് തന്നെയാണ്, എന്നാൽ പോലും നമ്മള് കുറെ നാൾ കിടന്ന് അങ്ങനെ മരിച്ചതാ. പക്ഷെ ഫാമിലിയിലുള്ള കരച്ചിലും മരണ വീട് അറിയാലോ. അപ്പൊ എന്റെ കണ്ണ് പോയിട്ടുള്ളത് അവിടത്തേക്ക്, എന്താ പറയാ, കൊട്ടയിൽ വലിയ തക്കാളി പെട്ടി എന്ന് പറയുന്ന പെട്ടിയുണ്ട്. ആ തക്കാളി പെട്ടിയിൽ നിറയെ തക്കാളി. അപ്പൊ ഫ്രണ്ടിൽ ഇരുന്ന് എല്ലാവരും കരയുമ്പോ അന്ന് ഞാൻ ചെറുതാട്ടോ, ഞാൻ തക്കാളി നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ബാക്കിൽ ആരും കാണാതെ. അങ്ങനെ ഒരു ചരിത്രം എനിക്കുണ്ട്. ഇപ്പൊ അറിയും എൻ്റെ അമ്മമ്മയൊക്കെ ഇപ്പൊ കേൾക്കുമ്പോ, അയ്യോ എൻ്റെ മോളെ എന്ന് പല രഹസ്യങ്ങളും പുറത്തു വരുന്നുണ്ടെന്നുള്ള പോലെ. ഒരു സമയത്ത് പിന്നെ ഞാൻ അങ്ങ് നിർത്തി, പിന്നെ ഞാൻ പിന്നെയും തുടങ്ങി. പക്ഷെ കിഡ്നി സ്റ്റോണൊക്കെ ഉള്ള ആൾക്കാർ തക്കാളി കഴിക്കാൻ പാടില്ല കേട്ടോ. ഡോക്ടർ ഉണർന്നല്ലോ. തക്കാളിയാണോ?
തക്കാളി നീ പറയുന്നിട്ട് എനിക്ക് കഴിക്കാൻ പുതിയ കുറെ ഉണ്ടോ? അത് നമ്മൾ രണ്ടാൾക്ക് കഴിക്കാനുള്ളതോ നാലാൾക്ക് കഴിക്കാനുള്ളതാവും എനിക്ക് തോന്നുന്നത്. നമുക്ക് രാത്രി കഴിക്കാം. ഓക്കെ, രാത്രി കഴിക്കാം. ആദ്യം ഉച്ചക്ക് കഴിക്കാൻ പറ്റുമോ നോക്കാം. ഇത് കൊളാവും എന്നൊരു സ്റ്റേജ് എത്തുമല്ലോ, അപ്പൊ നീ എന്റെ തലയിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയും കൊതുകൊന്ന് ഇളക്കിട്ടരോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പോവും. എന്നിട്ട് ഞാൻ പറയും ഒരു മിനിറ്റ് അങ്ങോട്ട് മാറുമ്പത്തേക്ക്. ഇതിന് എന്താ പറയാ, ഈ കണ്ടീഷൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ തൊടൂലെന്നുള്ള ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒക്കെ ഞാൻ മിക്സിന്ന് വീട്ടിൽ നിന്ന് അത്ര ഉണ്ടാക്കിയെന്ന് അറിയോ? പച്ചമുളക് നീ കൈകൊണ്ട് ചതക്കണം, നല്ല സുഖ. പച്ചമുളക് എന്നിട്ട് ആ കൈയെടുത്ത് ഞാൻ കണ്ണിൽ വരയ്ക്കാം. പച്ചമുളക് കൈകൊണ്ട് അരച്ചാൽ നല്ലതാ, അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും. കൈകൊണ്ട് ഇങ്ങനെ ചതുക്കണം, എന്നിട്ട് ഇങ്ങനെ ഉരുട്ടി കൈകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഇടാം. ഓ, അതൊക്കെ നീ തന്നെ ചെയ്താൽ മതി. നല്ല ടേസ്റ്റ്. വെളുത്തുള്ളി ഞാൻ എങ്ങനെയാ അറിയാം മുറിക്കുക, ഇങ്ങനെയാക്കും. എന്നിട്ട് നടുവിൽ കൂടെ, എനിക്ക് വേറെ ഒന്നും അറിയില്ല, നടുവിൽ കൂടെ ഇങ്ങനെ ചീന്തി കൊടുക്കും. അപ്പൊ ഇത് ഒരേ വെളുത്തുള്ളി തന്നെ രണ്ടായിട്ട് കിട്ടും. അപ്പൊ ഇത് കുറച്ചുകൂടി എനിക്ക് എളുപ്പമാണ്, എല്ലാവർക്കും ഇത് എളുപ്പമാണെന്നില്ല. ഞാൻ അമ്മായിയമ്മയെ വീഴ്ത്തിയ ട്രിക്കുകളാണ്. അപ്പൊ നമ്മൾ തൊലി കളയാൻ വേണ്ടിയിട്ട് ടൈം പോകില്ല, ജസ്റ്റ് ഒരു ക്രാക്ക് ഇട്ട് കൊടുത്താൽ മതി. വെളുത്തുള്ളി കഴുകി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? റൈസ് ആണോ? എന്താ ഇനിയിപ്പം നമുക്ക് മുട്ട പുഴുങ്ങാൻ വെക്കാം. അയ്യോ, അപ്പൊ അത്രയും സമയം. എന്നിട്ട് ആ സമയത്ത് അരി കഴുകാം. ഓക്കെ, ആസ് ഐ ടോൾഡ് ഓൾറെഡി നമുക്ക് ഇത്രയും ചെറിയ സ്പേസേ ഉള്ളൂ കിച്ചൺ. അതിനകത്ത് എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങാൻ വെച്ച് നമുക്ക് അരി കഴുകാം. കുക്കർ ഉണ്ട്, ഇതിന് അടപ്പില്ല ഉറപ്പാ. എന്റെ ഗ്ലാസ്, ഒരു കപ്പ് മഗ് ഉണ്ട്, കഴുകി വെച്ചതാ. സ്പൂണുണ്ട്, ഒരു സ്പൂണുണ്ട്, ഈ തവയുണ്ട്. ഇങ്ങനെ ഒരു പാത്രം ഉണ്ട് ഗൈസ്. ഇത് നിലത്ത് എനിക്ക് വെക്കാൻ മാനസികമായിട്ട് ബുദ്ധിമുട്ട്. ഇത് മറ്റേ ഇതാണ് ടിഫിനൊക്കെ എടുക്കുന്ന ഐറ്റം. എനിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഫുഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മായിയച്ഛൻ വാങ്ങിക്കുന്ന സാധനമാണ്. എന്തെങ്കിലും ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അവിടെ ഉണ്ടാക്കുമ്പോൾ തട്ട് തിരിച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. കുറച്ച് ചൂടുവെള്ളം ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, അരി സാധാരണ നെയ്ച്ചോറ് വെക്കുമ്പം ചൂടുവെള്ളത്തിൽ കഴുകുന്നത് എനിക്കറിയില്ല. എനിക്ക് അരിയൊക്കെ ചൂടുവെള്ളത്തിൽ കഴുകുന്ന എനിക്കൊരു ശീലമായതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഭാവി, കാരണം ഇത് പകുതി അങ്ങ് വേവും തോന്നുന്നു. ഗൈസ്, ഈ ദ്രോഹി എന്നെ കൊണ്ട് പച്ചമുളക് മുറിച്ചിടിപ്പിക്കുന്നു ഗൈസ്. സാധാരണ വീട്ടിൽ നിന്ന് മിക്സിയിലിട്ട് അടിക്കുന്ന സാധനമായിരുന്നു. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ണിലും മൂക്കിലൊക്കെ കൈ കൊണ്ടുപോകുമല്ലോ, അപ്പൊ എരിയും. അതെനിക്ക് അറിയാം നന്നായിട്ട്. നമ്മൾ എത്ര കെയർഫുൾ ആണെങ്കിൽ പോലും നമ്മൾ എന്തായാലും കണ്ണിലേക്ക് കൊണ്ടുപോകും മുളക് അരിഞ്ഞാലും കൈ. ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഇനി വേണമെങ്കിൽ ഇടാം, ഇനി വേണമെങ്കിൽ നാളെ മുറിച്ചു. വെളുത്തുള്ളിയും ഇഞ്ചിയും അതിലെടുത്തിട്ട്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്. ഏട്ടാ ഈ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ചതുക്കാൻ നമ്മുടെ മിക്സി ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ചേട്ടന്റെ കരങ്ങൾ. കൈ എരിയേ ഒതു, കൈ കഴുകിയാൽ നല്ല സോപ്പിട്ട് കഴുകണം. വെച്ചിട്ട് കുക്കർ നശിപ്പിക്കരുത്. ഗൈസ്, ഒരു എഗ് ബിരിയാണി ആവാനുള്ളൊരു ക്ഷമ എനിക്കില്ല. രാവിലെ 11:30 തുടങ്ങിയത്, ഇപ്പൊ നിയർലി 2 മണിയായി. ഇതുവരെ അരി പോലും അടുപ്പത്തായിട്ടില്ല. എനിക്ക് വിശക്കുന്നുണ്ട്. നമ്മൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇത് കഴിക്കണം. എന്നിട്ട് ബാക്കി ബിരിയാണി നമുക്ക് 4 മണിക്കോ 5 മണിക്കോ രാത്രിത്തെയും കൂടെ ചേർത്തിച്ച് കഴിക്കാന്നാണ് എൻ്റെ ഒരു ഇപ്പത്തെ ഒരു നിലവിലെ സാഹചര്യം വെച്ചിട്ട് എൻ്റെ ഒരു അസംഷൻ. എന്താ, മിക്സിയെക്കാളും ഇത്രയും 10 മടങ്ങ് കരുത്തോടുകൂടി ഇത്രയും കഷ്ടപ്പെട്ട് പാവം അത്രയും ചെയ്തിട്ടുണ്ട്. അത് കൺഗ്രാറ്റ്സ്. പിന്നെ ഞങ്ങൾ കത്തിരി തിന്നുന്നുണ്ട്, ബിരിയാണി ആയിട്ട് തിന്നാനുള്ള പ്രതീക്ഷയൊന്നുമില്ല. ഇതിന്റെ ബാക്കി പ്രൊസീഡിങ്സ് ഒക്കെ കൊതുവാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. മുട്ട പുഴുങ്ങിയത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നാണ് ഇവ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ 1.25 എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തോ കണക്ക് പ്രകാരം ഇനിയിപ്പോ 1/2 ഗ്ലാസും കൂടി ഒഴിക്കാൻ പറയുന്നുണ്ട്. അത് പ്രകാരം ഇത്ര മതിയാ? 1/2 ഗ്ലാസും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളം ചൂടാക്കണം എന്നാണ് ഇവൻ പറയുന്നത്. എല്ലാം ഇവന്റെ ഇഷ്ടത്തിനാണ് ഇനി അങ്ങോട്ടുള്ളത്. മുറിക്കലും തറക്കലും മാത്രമേ എനിക്കറിയാം. വെള്ളം തിളച്ച വെള്ളം അരിയിൽ ഒഴിക്കണം എന്നാണ് ഇവൻ പറയുന്നത്. എനിക്ക് അറിയത്തില്ല എങ്ങനെയാണോ എന്ന് പറയുന്ന പോലെ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. കിടന്നുറങ്ങി 2 മണിയാകുമ്പോ ഒരു ബിരിയാണി പുറത്തു പോയി കഴിച്ചു വന്നാൽ മതിയായിരുന്നു. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണോ ഫുഡ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്.
വീട്ടിലാണെങ്കിൽ അമ്മ ഉണ്ടാക്കും. നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും മുറിക്കാനോ തറയ്ക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ പോയി കൊടുത്താൽ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അമ്മ നേരത്തെ എണീച്ചിട്ട് ഉണ്ടാക്കി വെക്കും. നമ്മളൊരു 7-8 മണിയാകുന്ന സമയത്ത് താഴെ പോയി കഴിച്ചാൽ മാത്രം മതി. അത് മാത്രമാണ് അവിടെ നിർബന്ധം. അതായത് നമ്മൾ രാവിലെ എണീച്ച് ഇവന്റെ ലഞ്ച് ആണെങ്കിൽ അമ്മ ഉണ്ടാക്കും. നമ്മളോട് ഉറങ്ങിക്കോ പറയാം. അമ്മ നേരത്തെ എണീക്കും. അമ്മ 4 മണിക്കോ 5 മണിക്കോ കൂടി പോയി 5:30 എണീച്ചിട്ട് ഇവന് കൊണ്ടുപോകാനുള്ള ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് 2-3 ഐറ്റം. അപ്പം ഇഡ്ഡലി, പൂരി, ദോശ, അങ്ങനെ 3 ഐറ്റം ഉണ്ടാക്കും. 2 തരം കറി, അച്ഛന് ചെറുപയർ പുഴുങ്ങി, ഈ ഐറ്റം എല്ലാം അമ്മ ഉണ്ടാക്കും. പറ്റുകയാണെങ്കിൽ പോവാം. എനിക്ക് രാവിലെ എണീക്കാൻ നല്ല മടിയുള്ളത് കൊണ്ട് ഞാൻ എണീക്കാറില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് അമ്മ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ അവിടെ നിർബന്ധം എന്താന്ന് പറഞ്ഞാൽ രാവിലെ കറക്റ്റ് 8 മണിയാകുമ്പോൾ അവിടെ ഭക്ഷണം എല്ലാവരും കഴിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതൊരു രണ്ടാമത്തെ പണിയായിട്ട് പിന്നെ നമ്മൾ എണീറ്റ് വരുന്നപ്പോൾ കഴിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അപ്പം 8 മണിന് മുമ്പ് ആ സമയമാകുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ മതി. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കുക. എഗെയിൻ രാത്രി 8 മണിക്കുള്ള ഭക്ഷണം ആ സമയത്ത് തന്നെ കഴിക്കുക. അതാണ് ഒരു നിർബന്ധമല്ല, എന്നാലും അങ്ങനെ കഴിക്കുമ്പോൾ പണികളെല്ലാം ഒരു ഓർഡറിൽ അവിടെ ഒരു നേരത്തെ ഫോളോ ചെയ്തിരുന്ന ഒരു പാറ്റേൺ അങ്ങനെ അങ്ങ് പോകും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു 10 മണിക്ക് എണീറ്റ് വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ അത് പാടാം. അപ്പൊ ഇത് രാവിലെ എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കുന്ന നമുക്ക് ഒരു സംഭവമല്ല. പക്ഷെ രാവിലെ എണീറ്റ് കുളിക്കണം നമുക്ക് നല്ല നിർബന്ധമുണ്ട്. അപ്പൊ കുളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് രാവിലെ ഭക്ഷണം കഴിക്കും. പിന്നെ ലഞ്ചിന്റെ ഒക്കെ ഞാൻ അവിടെ ഉള്ളപ്പോൾ ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും മുറിക്കാനും തറയ്ക്കാനും ഒക്കെ ഉള്ള സാധനങ്ങൾ അരയ്ക്കാനും പിടിക്കാനും പൊടിക്കാനും പാത്രം കഴുകണം. അതാണ് എന്റെ മെയിൻ പരിപാടി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ പാത്രങ്ങളും ഞാൻ തന്നെ കഴുകി വെക്കും. ഭക്ഷണം കഴിച്ചിട്ടുള്ള പാത്രങ്ങൾ ഞാൻ കഴുകിയേക്കാറുണ്ട്. അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ലഞ്ച് ആണെങ്കിൽ ലഞ്ച് കഴിച്ചിട്ട് പാത്രം ഞാൻ കഴുകും. എനിക്ക് അവിടെ മെയിൻ പാത്രം കഴുകൽ വേറെ ഒരു പണിയും കാര്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ. പക്ഷെ ഇപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഭക്ഷണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ അകത്ത് ഇതൊക്കെ ഇടാനുണ്ട്, സ്പൈസസ് ഒക്കെ ഇടാനുണ്ട്. അതൊക്കെ എടുത്തിട്ടോ. 3 ഗ്രാമ്പൂ. 3 ഗ്രാമ്പുവോ? ആ 4 കേട്ടോ. ആ ചോറിലത്തേക്ക് അത്രയും മതി. 4 ഗ്രാമ്പൂ. അറുപപ്പെട്ട ഒരു പട്ടന്റെ പകുതി പൊട്ടിച്ചിട്ടോ. പൊട്ടിച്ചിടും കുറച്ച്. ഏലക്ക കുറച്ചിട്ടോ. 2-3 ഇട്ടോ. അതുപോലത്തെ ഭാഗം മാത്രം. ആ അങ്ങനെ പൊട്ടിച്ചിട്ടോ. ഇട്ടോ അല്ല ഫുള്ളിട്ടോ. ഏലക്ക ഫുള്ളിടൂ. ചീത്ത പറയുന്നില്ല. ഇട്ട് ഇനി ചോറ് അരിയിടണം. അത്ര ഇടണ്ട, നമുക്ക് മസാലയിൽ ഇടാനുള്ളതാ. ഇല്ല നല്ല വയറ്റിക്കോ. പച്ചപ്പ് പോട്ടെ ഉള്ളില്ല. പച്ചപ്പൊക്കെ പോയി ഇല്ല. എനിക്ക് ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടാ. ഉപ്പ് വെള്ളം നിറച്ചിട്ടിടാം. ഇത് സോക്കായിട്ടുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ വെക്കൂലെന്ന് തോന്നുന്നു. എന്റെ അമ്മയൊന്നും അങ്ങനെ ഇടുന്നവര് അരി ഇടുന്നവര്. വെള്ളം ഒഴിക്കട്ടെ? വെള്ളം ഒഴിക്കാൻ ആയിട്ടില്ല. നല്ലോണം വയക്ക്, അടുക്കി പിടിക്കരുത്. നല്ലോണം വയക്കരുത്. നല്ല മണമുണ്ട് കേട്ടോ. സത്യമായിട്ടും അത് പറഞ്ഞതിൽ എന്തൊക്കെയോ ഉണ്ട്. ചോറൊന്ന് വറുത്തെടുക്കണം. നല്ല മണമുണ്ട്. തിളച്ച വെള്ളം ഒഴിക്കണ്ടേ? അതെ. അത് ലോ ഫ്ലെയിമിലാക്കും. 350. ഞാൻ വിചാരിച്ചപ്പോ തെറിക്കുന്നു. ലോ ഫ്ലെയിം 100 എന്നിട്ട് അതിലേക്ക് ഉപ്പിടും. ഏകദേശം ഒരു 2 സ്പൂൺ ഇട്ടോ. കുറച്ചിട്ടോ അത് ഉപ്പിട്ടോ. ഇനി നാരങ്ങ പിഴിഞ്ഞിട്ട് വയ്ക്കാം. നാരങ്ങ എടുക്കണ്ട. ബിരിയാണി വേണ്ടായിരുന്നു. ഒരു നാരങ്ങ പിഴിഞ്ഞാൽ മൊത്തമായിട്ട് ഫുള്ള് വേണോ? മറ്റേന്ന് ചെയ്യണം. മതി. ഇളക്കിക്കോ. അടി പിടിച്ചു പോവേ. അടി പിടിക്കില്ലേ? കളിക്കോ. എന്നിട്ട് അവിടെ മൂടി വെക്കാം. 200 ഇട്ടോ. എന്നിട്ട് ഇതിന്റെ മൂടി വെക്കാം. ടൈറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വിസിൽ ഇങ്ങനെ എന്തോ എയർ പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കഴിയില്ല. എനിക്ക് കുറെ ചോറ് വേണം. നിനക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നോ? നല്ലയാ. ഐ മീൻ ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ച അടിപൊളി. കാരണം ഞാൻ വിസിൽ അടിപ്പിച്ചിട്ടാ വെക്കുക. വിസിൽ അടിക്കുമ്പം മീൻസ് ഒരു ചളി ലൈക്ക് അപ്പിയറൻസ് ഉണ്ടാവാറ്. എന്തിനാ കറക്റ്റ് പാക? സ്മെല്ലുണ്ടോ? ഉപ്പ് വേണമെങ്കിൽ നമുക്ക്. ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് റെഡിയാണ്. ഞാനത് ഇത്തിരി ഉപ്പിട്ടെ. കൂടിപ്പോയാലും പ്രശ്നം. ഇനി മസാലന്റെ ഉപ്പും കൂടി വരുമല്ലോ. എന്തിനും സെർവ് ചെയ്തോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വിട്ട് വരും. ഇങ്ങനെ ഇടുമ്പോ വിട്ടോ. അങ്ങനെ ഇട്ടോ. കട്ടയാക്കി ഇടണ്ട. മസാല വാട്ടെവർ എങ്ങനെ വന്നാലും കുഴപ്പമില്ല. ഇത് നല്ലയാ.
ഇതൊന്നുകൂടി ചൂടാക്കേണ്ടി കേട്ടോ കൊതു ഇല്ല ഇല്ല, ചോറ് തണിഞ്ഞു കഴിഞ്ഞാലേ രസം ഉണ്ടാവുള്ളൂ. എപ്പോഴും നെയ്ച്ചോറും ഇതൊക്കെ ബിരിയാണിയൊക്കെ തണിഞ്ഞണം, എന്നാലും അതിന്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇത്തിരി ജസ്റ്റ് ഒന്ന് ഇത്തിരി പൊടി അടി പിടിക്കാൻ നിൽക്കാം. മുന്തിരിങ്ങ അണ്ടിരി പരിപ്പ് നീ കേട്ടിട്ടുണ്ടോ? മുന്തിരിങ്ങ അല്ല അണ്ടിരിങ്ങ മുന്തിരി പരിപ്പ്. അണ്ടിരിങ്ങ മുന്തിരി പരിപ്പ് ഇത് ഈ സാധനം മൊത്തം ഇതിലേക്ക് ഇടുന്ന മസാലയിൽ ഇടാനും ബാക്കി വെക്കണം. വേണോ? ഗാർണിഷിങ് അല്ലേ വേർഡ്? കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ലൊരു അപ്പിയറൻസ് ഉണ്ട്. ഭയങ്കര ഹാപ്പിയാ. ഇനി അടുത്ത മസാല ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇത്രയും വിചാരിച്ചിട്ടില്ല, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട്. ഇത് നല്ലതാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ നല്ലതാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത് വിചാരിച്ചില്ല. മസാലയുടെ കാര്യം എനിക്കറിയില്ല സത്യമായിട്ടും, പക്ഷെ ഇതും മുട്ടയും അച്ചാറും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത്. നല്ല വിശക്കുണ്ട്. പിന്നെ ഇതിന്റെ അടപ്പിന്റെ ആവശ്യം ഇനി മസാലയ്ക്ക് ഉണ്ടോ? ഇല്ല, നമുക്ക് എടുക്കാം. മസാലയ്ക്ക് ഞാൻ അടക്കട്ടെ അവിടെ. ഇത് നമുക്ക് ടേബിളിൽ വെക്കാം. എന്നാല് അലമ്പുകളെല്ലാം ഈ ടേബിളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് അടച്ചു വെക്കട്ടെ. ഇങ്ങനെ ഒരു ഗ്ലാസ് വെളിച്ചെണ്ണയിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ, ബാക്കി ഞാൻ വേണം നിനക്ക് തന്നുവിടാം. ഒഴിക്കട്ടെ? എത്ര വേണമെന്ന് പറയണേ? ഓ മസാല വയറ്റാനുള്ള വേണ്ട. മസാല വയറ്റാനാണ്, അത് നമുക്കറിയില്ല. ഉള്ളി ഇട്ടൊന്ന് വയറ്റ്. ഉള്ളിയാ? ഉള്ളി വേണ്ടത്ര ഇത്തിരി മതി. ഫുള്ളായിട്ടുണ്ടാ? അത് ഉള്ളിടണ്ട. മതി. ഇനി അത് ഉള്ളി നല്ലോണം വയറ്റ്. കുക്കറിലിട്ട് വിസിലടിപ്പിക്കാൻ പറ്റുമോ? ഉള്ളിട്ട് വഴറ്റിയതിന് ശേഷം ഈ മരങ്ങോട എന്നോട് പറഞ്ഞ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വഴറ്റേണ്ടതെന്നുള്ളത് ഞാൻ ആദ്യം അവനോട് ചോദിച്ചിരുന്നതിൽ ആദ്യം എന്താ ഇടുണ്ടായിരുന്നു. അപ്പൊ അവൻ ഉള്ളി, അപ്പൊ അതിനുശേഷം ഞങ്ങള് ഉള്ളി മാറ്റിയിട്ട് വീണ്ടും എണ്ണയുടെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒഴിച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് വഴറ്റി അതിന് ശേഷം വീണ്ടും പകുതി വഴറ്റി വെച്ച ഉള്ളി എടുത്ത് പിന്നെയും വഴറ്റാൻ തുടങ്ങി. അതാണ് ഇപ്പത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതൊന്നും അത്ര എളുപ്പല്ലട്ടാ. എനിക്ക് ബിരിയാണിയും വേണ്ട, ഒന്നും വേണ്ട. മതിയാ? തക്കാളി ഇട്ടോ, നല്ല മധുരമായിരിക്കും. മതി. അപ്പൊ ഒരാ മസാല മതിയാവൂലേ രണ്ടാക്ക്? അല്ലേ? നല്ലോണം തക്കാളിന്റെ പച്ചപ്പൊക്കെ മാറട്ടെ. എന്നിട്ട് ഇതിന് കുറച്ച് ഉപ്പിടണം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആദ്യം ഉപ്പിട്ടോ, കുരുമുളക് ഇടാം, മുളക് പൊടി ഇടാം, ഒക്കെ പൊട്ടിക്കാണ്ട് കഴിയൂ. അത്രയും വേണോ? മറ്റേ കുറച്ച് ഉപ്പ് കുറവുണ്ടാവും. സമാധാനം പോയാലോ? ഉപ്പ് is the factor that decides whether it is good or bad, you know. അഥവാ ഉപ്പ് കൂടുതലാണ് നമുക്ക് വെള്ളം ഒഴിക്കാം. സ്പൂൺ എടുക്ക്. മതി. അങ്ങനെ അതിന്റെ മുകളിൽ പറ്റി പിടിച്ച് അതെ സ്പൂണിലിട്ട് കുഞ്ഞാ പറ്റി പിടിക്കൂല. പറയുന്ന നീ അതിന്റെ ഉള്ളിൽ നോക്കി നോക്ക്, അതിന്റെ ഉള്ളിൽ കിടക്കൂ. അതാ പറയുന്ന ആ സ്പൂണിലിടല്ല. 1/2 ടീസ്പൂൺ മതി. ഇങ്ങനെ തട്ടി ഇതിന്റെ മുകളിൽ വെച്ച് തട്ടി. നീ എന്തോ എല്ലാം ഇട്ടിട്ട് വരയ്ക്കാൻ മതി. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ആണെന്ന് തോന്നുന്നു. ഇനി ഗരം മസാല ഇട്ടോ. ഗരം മസാല കുറച്ച് മതി. അതന്നെ കളറ് വരണില്ല. കുറച്ച് മുളക് പൊടി ഇത്തിരി ഇടും. ഗരം മസാല എത്ര വേണമെന്ന് പറ? 1/2 ടീസ്പൂൺ മതി. കുത്തും ഗരം മസാല മതി. മുളക് പൊടി ഇട്ടുവോ സാധാരണ മുട്ടേനകത്ത്? അതൊരു 1/2 ടീസ്പൂൺ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഒന്നും ഇല്ല സാധനം അടുത്തുള്ള എല്ലാം ഇട്ടില്ലേ? രസമുണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ടപ്പോൾ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. മസാലേന്റെ കളർ വന്നിട്ടുണ്ട്. പക്ഷെ മുളക് പൊടി ഇടുന്നതിനെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. അത് നല്ലോണം വയറ്റ്, ആ പച്ചമണം പോട്ടെ അതിന്റെ വയറ്റ്. എന്നിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. മുട്ട ബിരിയാണിന്റെ കറക്റ്റ് ആയില്ലേ ഇത്? നല്ലതായില്ലേ? കളർ കിട്ടണമെങ്കിൽ മുളക് പൊടി ഇടണമായിരുന്നു. മഞ്ഞൾപ്പൊടിയാണ് ഇതിനകത്ത് ഇടുക എന്നാണ് എൻ്റെ ഉപ്പ്. വെന്തിനോ നോക്കണേ. ഇഞ്ചിയൊക്കെ അടിച്ചു. സോറി, ഉള്ളിയല്ല, ഇഞ്ചി കടിച്ച് രസിച്ച് കുടിച്ചു. പക്ഷെ വേവാനുണ്ട് ഉള്ളി. എന്നാ കുറച്ചും കൂടി ഇട്ട് നല്ലോണം വയറ്റ്. വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയോ? ഇതാണ് പറഞ്ഞത് എനിക്ക് ടെക്നിക്ക്. ഇൻവെന്റഡ് ബൈ മിഥുൻ.
എടുക്കുന്നുണ്ടേ? ആ ഉണ്ടോ? ആവി ആവി ആവി. ഒന്ന് വഴറ്റിട്ട് എടാ ഇത് കറക്റ്റ് അടിയൊന്നുമില്ല, കരിഞ്ഞൊന്നുമില്ല. ഇല്ല കരിയാതെ കിട്ടുന്നത് ഞാൻ എപ്പോഴും ആകുമ്പോൾ അത് ഫ്ലെയിം ലോയിൽ വെക്കണം. 370 ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ഇനി 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 മുട്ട അതിനകത്ത് വെച്ചോ. ഇരിക്കട്ടെ. ഞങ്ങളിപ്പോ 3 മുട്ടയാണ് ഇടുന്നത്. പക്ഷെ ഇനീഷ്യലി ഇത് 4 മുട്ട ഉണ്ടായിരുന്നു. വാട്ട് ഹാപ്പൻഡ് ഇസ് ലൈക്ക് വിശന്നപ്പോ ഒരു മുട്ട എടുത്തു. ഇത്രയും പാടാണ് ഒരു ബിരിയാണി, അത് മുട്ട ബിരിയാണി. ചിക്കൻ ബിരിയാണി എന്തെങ്കിലും നോക്കട്ടെ. ഒന്ന് മുട്ട ഇട്ടിട്ട് ഒന്ന് വഴറ്റിക്കളാം. പൊടിയൂല, പൊടിയാത്ത രീതിയിലൊന്ന് അടിയിൽ വെക്കണ്ട, കരിഞ്ഞു പോകണ്ട. മസാലയുടെ മുകളിലേക്ക് വെച്ചോ. മസാല മുളാക്കണം. ഒന്നുകൂടെ അടച്ചു വേവിക്കാം അല്ലേ? ആ ഒന്നുകൂടി എന്നിട്ട് വെച്ചിട്ട് വേവിച്ചാളെ. ഇത് തിരിയുന്നില്ലല്ലോ. അനുസരണയില്ലാത്ത മുട്ട. എന്നിട്ടൊന്ന് ജസ്റ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചാൽ സൈഡിൽ നിന്ന് മസാല ഒക്കെ എടുത്തിട്ട് സൈഡിൽ മതി മതി. പരിപാടി കുറച്ചൊന്ന് ഒരു 3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് 3 മിനിറ്റ്സ്. 3 മിനിറ്റ്സ് അല്ല 2 മിനിറ്റ്സ് ആവും. ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ഞാൻ സെറ്റപ്പ് ആക്കിയിട്ട് എന്നിട്ട് ഐറ്റം റെഡി ആയിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എത്ര ലിമിറ്റേഷൻസിൽ നിന്നിട്ടുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളൊരു ഫാക്റ്റാണ് സത്യമായിട്ടും. തൈര് ഞാൻ പറഞ്ഞല്ലോ വാങ്ങിയിട്ടില്ല. ഇത് അച്ചാറ് വെച്ചിട്ട് പിടിക്കാം. ചോറ് കറി പ്ലേറ്റ് ആണ് ഇപ്പോഴത്തെ പ്രശ്നം. വെള്ളം തിളച്ചിട്ടുണ്ട്. കറക്റ്റ് ഓൾമോസ്റ്റ്. എടാ ഇത് കറക്റ്റ് കപ്പ് 2 ഉണ്ട് വെള്ളം കുടിക്കാൻ. നമുക്ക് മിക്സ് ചെയ്യാം. പച്ചവെള്ളമായിട്ട് വേണമെങ്കിൽ, ഭയങ്കര ചൂടാണെങ്കിൽ. മസാല ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഉള്ളി, തക്കാളി, പിന്നെ കുറച്ച് കക്കരിയും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട്. അച്ചാറ്. ഇതോടുകൂടി പാത്രങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത്രയും ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. അതാണ് നമ്മളെ ഏറ്റവും എനിക്ക് മസാലയേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ ചോറ്. എനിക്കറിയില്ല, ഞാൻ കുക്കറിൽ വെച്ച് ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ചോറ് കിട്ടുന്ന എനിക്ക് ഇത് കറക്റ്റ്. നമ്മൾ കോഴിക്കോട് ബിരിയാണി ഇപ്പൊ നമ്മൾ ഒരു KBCയിലോ ഒക്കെ പോയി കഴിച്ചാൽ കിട്ടുന്ന അതേ ബിരിയാണിന്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നില്ല, എന്നാലും ആ ടെക്സ്ചറിൽ ഇവിടെ നമ്മൾ കുക്കറിൽ ചെയ്തപ്പം കിട്ടുന്ന എനിക്ക് അറിയില്ലായിരുന്നു. സെർവ് ചെയ്യാം. ഒരു പ്ലേറ്റിലൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെയാണ്, പക്ഷെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇതിന്റെ റെസിപ്പി മൊത്തം, ഈ മസാലയുടെ റെസിപ്പി മൊത്തം കൊതുവിന്റെയാണ്. ഇല്ല, നല്ലതാ ഫ്ലോപ്പ് അല്ല, നല്ലതാ. ഒരു പ്ലേറ്റിൽ ഇങ്ങനെ മൂടിയിട്ടേ വരാം. ചില സ്ഥലത്ത് ഞാൻ കണ്ടിട്ട് അടിയിൽ മസാലയും ദമ്മ പോലെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇങ്ങനെയാണ് ബിരിയാണി വരാറ്. എന്നിട്ട് നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്ലേറ്റിലാക്കിയിട്ട് ഇങ്ങനെ കമിഴ്ത്തുക ചെയ്യുക. നമ്മൾ എന്നിട്ട് ചെകഞ്ഞെടുക്കണം ഇതിനകത്തുള്ള സാധനം. പക്ഷെ കുറച്ച് അച്ചാർ, നല്ല ടേസ്റ്റുള്ള അച്ചാർ കേട്ടോ, കല്യാണത്തിന്റെ അച്ചാറായത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഉറപ്പ്. ഉള്ളി നമുക്ക് വേണമെങ്കിൽ റൗണ്ടിൽ എരിഞ്ഞിരുന്നെങ്കിൽ അന്നേരം അത്രേ പോലും ബോധം വന്നില്ല റൗണ്ടിൽ എരിയാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നമ്മുടെ ഐറ്റം. ഞാൻ പറഞ്ഞുതരാം. ഇത് കൊതുവിന്റെ റെസിപ്പി, ഇതിനെ പറ്റിയുള്ള അഭിപ്രായം ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ സാധാരണ ഇങ്ങനെ ഒന്ന് ചെകഞ്ഞു നോക്കണം. നമ്മൾ മുട്ട എന്ന് പറഞ്ഞിട്ട് ചെകഞ്ഞു നോക്കുന്ന പോലെ ഒരു എക്സ്പ്രഷൻ ഇടണം. നല്ല വിശപ്പുണ്ട്. ഇനി വിശപ്പിന്റെ എന്താണെന്നറിയില്ല, നല്ല വിശപ്പുണ്ട്. തിന്നും, ഞാൻ ഫുള്ള് തിന്നും ചിലപ്പം. സാധനം അറിയുകയും സൂപ്പർ സത്യം അടിപൊളി. തിന്നോളാം. സൂപ്പർ കേട്ടോ. അല്ലേ സൂപ്പർ. നല്ല ടേസ്റ്റില്ലേ? വിശന്നിട്ടല്ല, ശരിക്കും നല്ല ടേസ്റ്റ്. കഴിക്കാം. നല്ല സോ ഗുഡ്. ഞാനൊരു എഗ് ബിരിയാണി കഴിച്ചത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്. ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു ഒരു മുട്ട ബിരിയാണി. ബുധനാഴ്ച ചിക്കൻ ബിരിയാണി, പിന്നെ ചില ദിവസങ്ങളിൽ മുട്ട ബിരിയാണി ഉണ്ടാവും. അന്നാലാണ് ഞാൻ മുട്ട ബിരിയാണി, പിന്നെ ഇപ്പോഴാണ് ഞാൻ മുട്ട ബിരിയാണി കഴിക്കുന്നത്. 4 years ആയി കഴിച്ചിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ മുട്ട ബിരിയാണി ഉണ്ടാക്കി ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തോളൂ. ഒരു കുഴപ്പമില്ല. ഞാൻ 100% നല്ല റെസിപ്പിയാണ്. നിങ്ങൾ ഇതേ മെത്തേഡിൽ നിങ്ങൾ ട്രൈ ചെയ്താൽ സക്സസ് ആവാൻ ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം നല്ലതാണ്. അപ്പൊ ഈ ഒരു ബിരിയാണിയോടുകൂടി ഞാൻ അവരെ ടയർഡായി. ഈ ബിരിയാണി തിന്നിട്ട് വേണം എനിക്ക് കുറച്ച് എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ബൈ. ഓക്കെ സെറ്റല്ലേ? തിന്നു